നമ്മൾ മേക്കപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. നമുക്ക് മേക്കപ്പിൽ ഒരു ആശാനുണ്ട്. അദ്ദേഹം ഇപ്പോൾ സിനിമയിലൊരു സീനിയറായിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പറയൂ, അത് വളരെ നല്ല കാര്യമല്ലേ. അദ്ദേഹം നാസറക്കാന്ന് പറയും, എടവ നാസർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. വെരി ഗുഡ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് സംശയം ചോദിച്ചാലും മേക്കപ്പിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉദാഹരണ സഹിതം അത് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി തരും. അതാണ് പുള്ളിയുടെ ഒരു പ്രത്യേകത. ചെന്നൈയിൽ ഒരു വടക്കംപാട്ട് സിനിമ ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ ഈ ശ്രീവിദ്യ ചേച്ചിക്ക് ഇത്ര നീളത്തിലുള്ള വലിയൊരു വിഗ്ഗാണുള്ളത്. അപ്പോൾ ഈ വിഗ് മെയിൻറ്റെയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ഡ്രസ്സർമാരുണ്ടല്ലോ, അവരത് ഷൂട്ടിങ് കഴിയുമ്പോൾ പിറ്റേ ദിവസം അത് കൊണ്ടുപോയിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് ഉണക്കി പിറ്റേ ദിവസം നമ്മൾ മേക്കപ്പ് റൂമിൽ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ ഇതിൻ്റെ ഒരു സ്മൂത്ത്നെസ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് പെട്രോളിൽ മുക്കി വാഷ് ചെയ്ത് വയ്ക്കുന്നൊരു പരിപാടിയുണ്ട്. അങ്ങനെ ഒരു ദിവസം ഇത് പെട്രോളിൽ മുക്കി വാഷ് ചെയ്ത് മേക്കപ്പ് റൂമിൽ ഒരു ആണി അടിച്ച് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്. എന്നിട്ട് ഇവരെ തലേദിവസം ലേറ്റ് ഷൂട്ടിംഗ് ആയതുകൊണ്ട് അവരൊരു കസേര ഇട്ടിട്ട് അതിലിരുന്ന് ഉറങ്ങുകയാണ്. അപ്പോഴാണ് നമ്മുടെ രണ്ട് മേക്കപ്പ് അസിസ്റ്റൻ്റ് തമ്മിൽ ഒരു തർക്കം വന്നു. ഇത് സിന്തറ്റിക് ഹെയർ ആണോ അതോ ഒറിജിനൽ ഹെയർ ആണോ എന്നുള്ള കാര്യം. അപ്പോൾ ഒരുത്തൻ പറഞ്ഞു, ഇത് ഒറിജിനൽ ഹെയർ ആണ്. അപ്പം മറ്റേ പറഞ്ഞു, ഇരിക്കില്ല, ഒറിജിനൽ ഹെയർ ആവത്തില്ല, ഇത്രയും നീളത്തിൽ ഒറിജിനൽ ഹെയർ കിട്ടുമോ, ഇത് സിന്തറ്റിക് ഹെയർ ആണ്. അപ്പോഴാണ് നമ്മുടെ ആശാൻ ഇങ്ങോട്ട് എൻട്രി ആവുന്നത്. പുള്ളി വെച്ച് എന്താ പ്രശ്നം? അപ്പോൾ പറഞ്ഞു, ഇത് സിന്തറ്റിക് ഹെയർ ആണോ ഇത് ഒറിജിനൽ ഹെയർ ആണോ? എടാ മണ്ടന്മാരെ, സിന്തറ്റിക് ആണോ ഒറിജിനൽ ആണോ എന്ന് അറിയാനായിട്ടൊരു വഴിയില്ലേ? നമ്മൾ സാധാരണ ഈ വിഗ് സിന്തറ്റിക് ആണോ ഒറിജിനൽ ആണോ എന്ന് അറിയേണ്ട ഒരു വഴിയുണ്ട്. അതിൻ്റെ ഒരു ഇത്തിരി മുടി എടുത്തിട്ട് നമ്മൾ കത്തിച്ച് നോക്കും. കത്തിച്ച് നോക്കുമ്പോൾ പ്ലാസ്റ്റിക് ആണ്, സിന്തറ്റിക് ആണെങ്കിൽ പ്ലാസ്റ്റിക് പോലെ ഇത് ഉരുകും. ഒറിജിനൽ ഹെയർ ആണെങ്കിൽ മുടി കത്തിയ മണം വരും. അങ്ങനെ ഇത് പെട്രോളിൽ വാഷ് ചെയ്ത് തൂക്കിയിട്ടിരിക്കുന്ന വിഗാണ്. ഈ പുള്ളി ഇപ്പം തന്നെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ കൊണ്ടുവന്ന് ലൈറ്റർ എടുത്ത് കത്തിക്കല്ല, ഭൂം അങ്ങ് കത്തി. ഈ സാധനം ബാലൻസ് കിട്ടുന്ന 2-3 ക്ലിപ്പ് മാത്രമാണ്. അപ്പോൾ ഈ കസേരയിൽ നിന്ന് ഉറങ്ങുന്ന ഹെയർ ഡ്രസ്സർ ഈ ശബ്ദമെല്ലാം കേട്ട് എണീറ്റ് അതുപോലെ തന്നെ അങ്ങ് ബോധം കിട്ടി. ഈ 2 മേക്കപ്പ് അസിസ്റ്റൻ്റല്ലേ 2 ധ്രുവത്തിലേക്കും പോയി അമ്മരെ കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. അതിലൊരു അസിസ്റ്റൻ്റ് പുള്ളി തന്നെ ഉണ്ട്. നാസർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് റൂമിൽ പോലും പോയില്ല. ഒരു പച്ചക്കറി വണ്ടി വന്ന് മദ്രാസിൽ നിന്ന് ചെന്നൈയിൽ കേരളത്തിലേക്ക് വരുന്നത്, അതിൽ കയറി പോന്നിട്ട് പുള്ളി ആ സിനിമ നിന്നു എന്നാണ് പറയുന്നത്. കാരണം പിന്നെ 10 ദിവസം കഴിയണം ഈ സിനിമ റീഷൂട്ട് ചെയ്യണമെങ്കിൽ, ഈ വിഗ് വരണം, പിന്നെ ഇത് അപ്പോഴത്തേക്കും ആർട്ടിസ്റ്റിൻ്റെ ഡേറ്റ് ഒക്കെ പോയി, അങ്ങനെ ആ പടം അങ്ങനെ നിന്ന് പോയി. അങ്ങനെയാണ് ഒരു കഥ. ഈ അഴ കെട്ടുമ്പോൾ പ്ലാസ്റ്റിക് കയറിട്ട് നമ്മൾ കെട്ടുമല്ലോ, അല്ല ഈ പ്ലാസ്റ്റിക് കയർ ഇതുപോലെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണം? അതിൻ്റെ ആ വക്ക് ഇങ്ങനെ നാനാപാട് നിൽക്കുന്നത് നമ്മളൊന്ന് തീ കത്തിച്ചാൽ അതൊന്ന് ഉരുകി ഒരു വിനയത്തിൽ നിൽക്കും. അങ്ങനെയാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ദിവസം ഞാൻ നിൽക്കുമ്പോൾ ഫയർ എഞ്ചിൻ അങ്ങ് പോകുന്നു 2 നാട്ടുകാരൊക്കെ ഓടുന്നുണ്ട്. എന്താ സംഭവം നോക്കുമ്പോൾ അവിടെ ഒരു തൊഴുത്തിനൊക്കെ കൂടെ തീ പിടിച്ചിട്ട് ആകെ പ്രശ്നമായിട്ടിരിക്കുക. ഹൗസ് ഓണർ ഇങ്ങനെ വലിയ കുറ്റബോധത്തോടു കൂടി അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ ചെന്ന് ചോദിച്ചു, എന്ത് പറ്റിയേട്ടാന്ന് ചോദിച്ചു. വൈക്കോൽത്തൂറ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വക്കൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി ഒന്ന് തീപ്പെട്ടി വെച്ച് സെറ്റ് ചെയ്ത് നോക്കിയതാണ്. വൈക്കോൽത്തൂറിൻ്റെ അറ്റന്ന് കത്തിപ്പോയി. വൈക്കോൽത്തൂർ കത്തി കഴിഞ്ഞാൽ പിന്നെ 1-2 പശുക്കളുടെ തീറ്റ നിന്ന് പോയെന്നുള്ളൂ. ഇത് നമ്മുടെ ഒരു സിനിമ തന്നെ നിന്ന് പോയി, കുറേ ആൾക്കാരെ പണി പോയി. അല്ല, ആ അസിസ്റ്റൻ്റ് ഇപ്പോൾ ഫീൽഡ് മാറുകയും ചെയ്തു. പിന്നെ നമ്മൾ നാട്ടിലൊക്കെ നമ്മൾ മേക്കപ്പിലാണ് വർക്ക് ചെയ്യുന്നതൊക്കെ നാട്ടിലൊക്കെ മൊത്തത്തിലൊക്കെ അറിയാം. അപ്പോൾ പൊതുവിലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്നുള്ള രീതിയിലുള്ള നമ്മളെ അംഗീകരിക്കാറുണ്ട്. അപ്പോൾ ഒരു തവണ നമുക്ക് ഈ ശിവരാത്രി സമയമാണ്. അപ്പോൾ നാട്ടിൽ വർക്കില്ലാണ്ട് ഞാൻ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എടാ ശിവരാത്രിക്ക് എൻ്റെ കൊച്ചുമോനെ ഒരു ശിവനായിട്ട് പരമശിവനായിട്ട് വേഷം കെട്ടിക്കാമോ? ഞാൻ പറഞ്ഞു കെട്ടിക്കാം, ശരിയാക്കാം. അപ്പോൾ എൻ്റെ എത്ര രൂപ വേണം? ഞാൻ പറഞ്ഞു എന്തെങ്കിലും തന്നാൽ മതി, കുഴപ്പമൊന്നുമില്ലെന്ന്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു 1000 രൂപ കിട്ടുമായിരിക്കും. പുള്ളി വേഗം തന്നെ 3000 രൂപയ്ക്ക് എടുത്ത് തന്നിട്ട് പറഞ്ഞു, ശിവൻ കറക്റ്റായിരിക്കണം, എല്ലാം നീ സെറ്റ് ചെയ്തോ. അപ്പോൾ ആ സമയത്ത് തന്നെ വർക്കില്ലാണ്ടിരിക്കും. ഈ പൈസ കിട്ടിയതുകൊണ്ട് ഞാൻ കടയിലെ കാര്യങ്ങളൊക്കെ ചെയ്തു, കറണ്ട് ബില്ലടച്ചു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത്, പിന്നെ ചെറുതൊക്കെ മേടിച്ച് ഈ പൈസ തീർന്നു. പക്ഷേ ഇന്ന് പിന്നെ ഞാൻ മറന്നുപോയി. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് വീണ്ടും പിന്നെ ശിവരാത്രി ഉള്ളത്. ഈ ശിവരാത്രി തലേദിവസം ഇദ്ദേഹത്തെ കവലയിൽ വെച്ച് കാണുമ്പോൾ ചോദിക്കുകയാണ്, എടാ മറ്റേ സെറ്റായില്ലേ, പരമശിവൻ സെറ്റായിട്ടില്ലേ? അപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ദൈവമേ പരമശിവനെ സെറ്റാക്കണം. ഇത് ഫുള്ള് പരമശിവൻ്റെ കോസ്റ്റ്യൂമും പാമ്പും ശൂലവും ഉടുക്കും എല്ലാം വേണം, പിന്നെ വിഗൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞു ശരിയാക്കാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്നിട്ട് നോക്കുമ്പോൾ ഒരു മഞ്ഞ ബെഡ്ഷീറ്റുണ്ട്. ഈ ബെഡ്ഷീറ്റ് ഞാൻ ചാടി പിടിച്ചത് കീറിയൊരു പുലിത്തോല ഉണ്ടാക്കാന്നുള്ള രീതിയിലാണ്. അപ്പോൾ വൈഫും പിടിച്ച് ഇത് തരുത്തില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരിയായി അത് ഒരു വിധത്തിൽ കീറിയെടുത്ത് അതുകൊണ്ടൊരു പുലിത്തോലുണ്ടാക്കി. പിന്നെ ഒരു വാഴയുടെ ഈ ഓല ഇതുണ്ടല്ലോ വാഴച്ചപ്പട്ട, അതുകൊണ്ട് ഒരു പാമ്പിനെ ഉണ്ടാക്കി. പിന്നെ ഒരു വാരി എടുത്തിട്ട് ഒരു ശൂലം ഉണ്ടാക്കി, ഉടുക്കുക, ഫുൾ സാധനം സെറ്റ് ചെയ്തു. എല്ലാം സെറ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ മേക്കപ്പ് ബോക്സ് തുറക്കുമ്പോഴാണ് അറിയണത് ഈ പരമശിവനെ നീലയാക്കണമല്ലോ, നീലയാക്കാനുള്ള പാൻ കേക്ക് ഇല്ല. അപ്പോൾ പിന്നെ ഇനി ഒന്നുകിൽ എറണാകുളത്തല്ലേ മൂവാറ്റ പോയി മേടിക്കണം. പിന്നെ അത് പോകാനും എനിക്കൊരു മടി. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനാണ് എറണാകുളത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് പൈസ കൊടുത്തിരുന്നു, എടാ ഇന്ന കടയിൽ പോയി കഴിഞ്ഞാൽ നീല നിറത്തുള്ള പാൻ കേക്ക് കിട്ടും, അത് നീ മേടിച്ചുകൊണ്ട് വരണം, നാളെ പരമശിവനാക്കാനുള്ളതെന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു നോക്കട്ടെ റെഡിയാക്കാം.
നീ ബാക്കിയെല്ലാം സെറ്റാക്കിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ ബാക്കിയെല്ലാം സെറ്റാക്കി. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോഴേ ഒരു സൈക്കിളൊക്കെ എടുത്തുകൊണ്ട് പാൻ കേക്കായിട്ട് കൊണ്ടുവന്നു. എടാ ഇതാ പാൻ കേക്ക് നീ റെഡിയാക്കോളാൻ പറഞ്ഞു. ഞാൻ ഈ ചെറുക്കനെ പിന്നെ പുലിത്തോലൊക്കെ അണിയിച്ചു, പിന്നെ ബിഗൊക്കെ വെച്ച് രുദ്രാക്ഷമൊക്കെ ഇട്ട് പാമ്പിനെ എല്ലാം ഫുൾ സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്തിട്ട് ഈ പാൻ കേക്ക് തുറന്നു നോക്കുമ്പോഴാണ് ഇവൻ കൊണ്ടുവന്നിരിക്കുന്ന പച്ച പാൻ കേക്ക്. എന്നിട്ട് ഇത് പച്ച പാൻ കേക്കല്ലേ? അപ്പോൾ അവന് ഇത് നീലയല്ലേ? എടാ ഇത് പച്ചയാണ്. അവൻ ഈ പച്ചയും നീലയും തിരിച്ചറിഞ്ഞൂടാ. ആകാപ്പാടെ കൺഫ്യൂഷൻ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? ഞാൻ നീല സെറ്റ് ചെയ്യാനുള്ള സമയമില്ല. ഞാൻ വേഗം തന്നെ ഒരു കാര്യം എടാ എന്നെ ഇനി അവൻ പറഞ്ഞു എടാ കുഴപ്പമില്ലാതെ അടിച്ചു കൊടുക്കുക, അതൊന്നും വില അറിയത്തില്ല, പച്ച നീല ആൾക്കാർക്ക് എന്നെ പോലെ എല്ലാവർക്കും ഒന്നും അറിയാൻ പറ്റില്ല, നീ അങ്ങ് ചെയ്തോളാൻ പറഞ്ഞു. അവസാനം ഞാൻ എന്തായാലും പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ പച്ച എടുത്ത് പരമശിവനെ അടിച്ച് പരമശിവൻ ഇങ്ങനെ പച്ചയായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഏൽപ്പിച്ച ആൾ വരുന്നത്. ഇതുകൊണ്ട് ഇങ്ങനെ ഒന്ന് നോക്കി, എടാ ഇത് ഈ പരമശിവൻ പച്ചയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പതുക്കെ എൻ്റെ ഒരു ചെറിയ വെക്കിരിപ്പുണ്ടായിരുന്നു. പുള്ളിനെ വിളിച്ചുകൊണ്ട് വീടിൻ്റെ പുറകിലേക്ക് കൊണ്ടുപോയിട്ട് അതങ്ങ് ഒഴിച്ചു കൊടുത്തു. ഇതും കഴിക്കാൻ പറഞ്ഞു. പുള്ളി കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു ശ്രീകൃഷ്ണനാണ് നീല, പരമശിവൻ പച്ചയെന്ന് പറഞ്ഞു. ആരോ ഒരാൾ നീലയുണ്ടത്. പക്ഷെ പിന്നെയും പ്രശ്നമുണ്ട്. ഈ റോഡ് ഷോ ഇറങ്ങി കഴിയുമ്പോൾ നാട്ടുകാരെല്ലാം കാണും പരമശിവൻ പച്ചയാണെന്ന്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുക, ദൈവമേ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ. പക്ഷെ കറക്റ്റ് ഈ ഷോ ഇറങ്ങി 2ാമത്തെ മിനിറ്റിൽ മഴ. പരമശിവൻ ഫുള്ള് വാഷ് ഔട്ടായിട്ട് ഫുള്ള് കളറും പേപ്പർ. ശിവൻ പച്ചയാണോ നീലയാണോ എന്നുള്ള കേസ് ഒന്നും തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ ഘോഷയാത്ര കഴിഞ്ഞ് സംഗതി അടിപൊളിയെ കുഴപ്പമൊന്നും ഇല്ലാണ്ട് പോയി. അപ്പോൾ ഈ പാൻ കേക്ക് വാങ്ങിച്ചു തന്നവൻ പറഞ്ഞു എടാ നീ അതിന് പൈസ മേടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, എനിക്കെന്തെങ്കിലും ചെറിയ ചിലവ് ചെയ്യണം. അപ്പോൾ അവൻ എന്തെങ്കിലും ചെറുത് മേടിച്ചു കൊടുക്കാം, എന്തെങ്കിലും ചെറുത് കഴിക്കാൻ മേടിക്കാന്നുള്ള രീതിയിൽ. നിങ്ങൾ അവിടുത്തെ ഉപഷാപ്പാണോ? എല്ലാവർക്കും ഉള്ളവർക്കെല്ലാം ഈ ചിലവെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പോൾ ചെറുത് വാങ്ങിച്ചു കൊടുക്കാന്നുള്ള രീതിയിൽ. പക്ഷേ ഇത് ഇരുന്ന് കഴിക്കാനൊരു സ്ഥലമില്ല. ഞങ്ങളുടെയൊക്കെ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ ചിലവെന്ന് പറഞ്ഞാൽ ഒരു പടല പഴവും 2 വടയും. ഓ എന്താണത്? ഏത് പുണ്യഗ്രാമത്തിലാണ് ജീവിക്കുന്നത്? പറഞ്ഞു. അപ്പോൾ ഈ ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഈ കനാലുണ്ട്. കനാലിനകത്തേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാവും. ആ സ്റ്റെപ്പിൽ താഴെ ഇങ്ങനെ പോയിരുന്ന് ഞങ്ങൾ രണ്ടുപേരും കൂടെ കഴിക്കാനുള്ള സെറ്റപ്പ് ചെയ്യാണ്. അപ്പോഴാണ് ഇവൻ്റെ അച്ഛൻ വരുന്നത്. ഇവൻ്റെ അച്ഛന് ചെറിയൊരു സംശയമുണ്ട്, ഇവൻ കഴിക്കാറുണ്ടോ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പ്രശ്നമാണ്. അപ്പോൾ ഇവൻ്റെ അച്ഛൻ്റെ പേര് തങ്കപ്പൻ എന്നാണ്, ഇവൻ്റെ പേര് അനീഷ്. അപ്പോൾ താഴെ ആഴോ ഇരിക്കുന്ന പുള്ളിക്ക് കാണാം, പുള്ളി സൈക്കിളിൽ നിന്നുകൊണ്ട് തന്നെ ആരടാ അനീഷാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ അപ്പം തന്നെ അല്ലടാ തങ്കപ്പാന്ന് പറഞ്ഞു. ആ ശരിയെന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോവുകയും ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു ഇതെന്താടാ സ്വന്തം അപ്പനെ കയറിയിട്ട് തങ്കപ്പാന്ന് വിളിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറയാണ് അല്ല ചേട്ടാന്ന് പറഞ്ഞാലും അല്ല എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അപ്പം വന്ന് നോക്കും, എന്തായാലും ഞാൻ തങ്കപ്പാന്ന് വിളിക്കാൻ ചാൻസ് ഇല്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ അന്ന് അവൻ രക്ഷപ്പെട്ട്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കഥയുണ്ട്. ഞങ്ങൾ 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്തൊരു അമ്പലമുണ്ട്. അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് ഒരു 4 കിലോമീറ്റർ അപ്പുറത്തൊരു അമ്പലമുണ്ട്. അവിടെ സ്കൂൾ അടയ്ക്കുമ്പോഴാണ് ഉത്സവം. അപ്പം ഞങ്ങളവിടെ ഉത്സവത്തിന് പോയി. പിന്നെ അന്ന് ചെറുത് കഴിച്ചില്ല. അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. ഉത്സവമെല്ലാം കഴിഞ്ഞ് പിന്നെ സ്കൂൾ തുറന്നപ്പോൾ നമ്മുടെ ആ അമ്പലമുള്ള ഒരു സ്ഥലത്തുള്ള ഒരുത്തനുണ്ട്, കൂട്ടുകാരനുണ്ട്. അവൻ നമ്മുടെ അനീഷിനോട് പറയുകയാണ് എടാ നീ ഉത്സവത്തിന് വന്നപ്പോൾ നിന്നെ ഒരു പെണ്ണ് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അവൾ ചോദിച്ചത് ആരാന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരനാണെന്ന് പറഞ്ഞു. അപ്പോൾ ഈ അനീഷിന് ഭയങ്കര ആവേശമായി. അപ്പോൾ എന്താടാ അവളുടെ പേരെന്ന് ചോദിച്ചു. മറ്റവൻ പറഞ്ഞു എടാ അവളുടെ പേര് സ്റ്റെഫി. അന്നാണെങ്കിൽ സ്റ്റെഫിഗ്രാഫി ടെന്നീസ് കളിക്കുന്ന സമയം ഹിറ്റായിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ എടാത്തവൻ വെറുതെ പറഞ്ഞടാ. അപ്പോൾ ഇവനാണെങ്കിൽ ഒരു പെണ്ണ് ആദ്യമായിട്ട് ഇവന് ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഇതിൽ ഭയങ്കരമായിട്ട് അതും മാറ്റാൻ അവന് താല്പര്യമില്ല. അപ്പോൾ ഇവൻ്റെ മനസ്സിലൊക്കെ ആണെങ്കിൽ ഓരോ സ്ഥലത്ത് ഈ പെണ്ണിങ്ങനെ ഉത്സവത്തിന് പോകുമ്പോൾ ആ സൈഡിൽ നിന്ന് നോക്കണതിൻ്റെ ഒരു ചിന്ത, ഇവിടെ സ്റ്റെഫിഗ്രാഫ് ഇങ്ങനെ കുട്ടി പാവാടയൊക്കെ ഇട്ട് അങ്ങനെ നടക്കണം, അങ്ങനത്തെ ഒരു ചിത്രം ഇവൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ ഇവളെ മാറ്റാൻ ഇവന് ഒരു രക്ഷയില്ല. അപ്പം പറഞ്ഞു എടാ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അന്നേരം പറഞ്ഞു പെട്ടെന്ന് കാണാനൊന്നും പറ്റത്തില്ല, ഞാൻ നാളെ മുതൽ കത്ത് മേടിച്ചുകൊണ്ട് തരാം. കത്ത് ഇവൾ കൂത്താട്ടോളം സ്കൂളിൽ പഠിക്കുമെന്നാണ് അവൻ പറഞ്ഞേക്കണേ. പിറ്റേ ദിവസം ഇവൻ കത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. കത്ത് കൊണ്ടുവന്നിട്ട് ചേട്ടനെ ഞാൻ ഉത്സവത്തിന് പറമ്പിൽ വെച്ച് കണ്ടു, എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമായി, ചേട്ടനെ കാണാൻ നല്ല സൗന്ദര്യമുണ്ട്. അപ്പോൾ ഇവൻ്റെ ഈ എഴുതാൻ അവൻ അറിഞ്ഞുകൂടാ. അപ്പം ഞാൻ പറഞ്ഞു ഇത് അവൻ എഴുതിയതായിരിക്കാനാണ് ചാൻസ്. എന്നാൽ ഇവൻ സമ്മതിക്കണം, ഇല്ലില്ല ചിലപ്പോൾ ആ പെണ്ണിനെ അറിഞ്ഞുകൂടായിരിക്കും അതാ. അങ്ങനെ ഇവൻ എന്ന് കത്ത് കൊണ്ട് കൊടുത്താലും അന്ന് 1 രൂപ ഒരു പൂക്കേക്ക് കിട്ടും. പൂക്കേക്കും 1 രൂപയുടെ ഒരു കൂൾ ഡ്രിങ്ക്സും, 2 രൂപയ്ക്ക് ഇവൻ ഒരു പൂക്കേക്കും ഒരു കൂൾ ഡ്രിങ്ക്സും ഈ കത്ത് കൊണ്ട് കൊടുക്കുന്ന ദിവസം ഇവൻ പ്രതിഫലമായിട്ട് മേടിക്കും. പിന്നെ ഓരോ ദിവസം കത്തുകളിൽ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് സ്റ്റാമ്പ് വാങ്ങാൻ 1 രൂപ വേണം ചേട്ടാ എന്നൊക്കെ പറയുമ്പോൾ ഇവൻ എവിടെയെങ്കിലും ഒപ്പിച്ച് ഇത് കൊണ്ട് കൊടുക്കും. അപ്പോൾ ഞാൻ പറയാം ഇത് ഇവൻ തന്നെ എഴുതാമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവൻ സമ്മതിക്കില്ല, ഇത് സ്റ്റെഫി തന്നെ എഴുതി കൊടുക്കണമെന്നാണ് ഇവൻ വിശ്വസിച്ചിരിക്കണേ. അങ്ങനെ ഒരു ദിവസം ലെറ്ററിൽ എഴുതിയിരിക്കുകയാണ് എൻ്റെ ഇൻഷുറൻസ് ബോക്സ് കളഞ്ഞു പോയി, അച്ഛൻ അറിഞ്ഞാൽ എന്നെ തല്ലും, എനിക്ക് ഒരു ഇൻഷുറൻസ് ബോക്സ് വാങ്ങിത്തരുമോ? ക്യാമലിൻ്റെ വേണ്ട, നടരാജിൻ്റെ ആയാലും മതിയെന്ന്. ക്യാമലിൻ്റെ 20 രൂപയാവും, നടരാജിന് 12 രൂപയുള്ളൂ. അപ്പോൾ ഇവൻ എവിടെ നിന്നൊക്കെയോ സെറ്റപ്പാക്കി ഈ 12 രൂപയ്ക്ക് ഈ നടരാജൻ്റെ ബോക്സ് വാങ്ങി ഇവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു, മറ്റേ സ്റ്റെഫിക്ക് കൂത്താളത്തുള്ള സ്റ്റെഫിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിറ്റേ ദിവസം ശനി ഞായറുമാണ്. ശനി ഞായറും കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ കാണാം
ഇവൻ്റെ കയ്യിലൊരു ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ഉണ്ട്, പക്ഷേ അതിൻ്റെ പെയിൻ്റൊക്കെ ഫുള്ള് ബ്ലേഡ് വെച്ച് ചിരണ്ടി കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ചോദിച്ചു, എടാ ഇത് ഈ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ് ആരുടെയാ? ഇതെൻ്റെ എടാ, കണ്ടില്ലേ പഴയതാ, പെയിൻ്റൊക്കെ പോയിരിക്കുന്നു. തുറന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്തെല്ലാം ഫുള്ള് നല്ല, അതെല്ലാം പുതിയത്. എടാ അപ്പോൾ ഇതൊക്കെ പുതിയതാണല്ലോ. ഞാൻ അകത്തൊക്കെ നന്നായിട്ട് നോക്കുമല്ലോടാ, പുറമല്ലേ, അതുകൊണ്ട് പുറമൊക്കെ പെയിൻറ്റ് പോയിരിക്കുകയാണ്. എന്നിട്ട് ഇവൻ വിശ്വസിക്കണില്ല, ഇവൻ പറ്റിക്കണമെന്ന് വിശ്വസിക്കുന്നില്ല. പിന്നെ ഈ ഞായറാഴ്ചയൊക്കെ ശനിയാഴ്ചയൊക്കെ ഞങ്ങൾ സൈക്കിൾ എടുത്തിട്ട് ഇവൻ്റെ വീടിനടുത്തേക്ക് ചെല്ലും. എന്നിട്ട് ഇവൻ പറയടാ ഇന്ന് കാണാൻ പറ്റുമോ? നീ ഒരു കാര്യം ശനിയാഴ്ച വന്നേരെ, അവിടെ വെച്ച് കാണാം. ഞങ്ങൾ സൈക്കിൾ വാടകയ്ക്ക് എടുത്ത് ഇവൻ്റെ അടുത്ത് ചെല്ലും. എന്നിട്ട് പറയും 11 മണിയാകുമ്പോൾ ഒരു പുഴയിൽ കുളിക്കാൻ വരും, അപ്പം നീ ഇവിടെ ഇരിക്കണം, അപ്പം ഞാൻ അവൾ വരുമ്പോൾ കാണിച്ചു തരാമെന്നുകൊണ്ട് ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ ഈ ഇരിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട്. എടാ അവിടെ നിന്ന് ഒരു 3 ബക്കറ്റ് വെള്ളം ഈ പൈപ്പിൽ നിന്ന് ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നത്. എടാ അവിടെ നിന്ന് 3 ബക്കറ്റ് വെള്ളം എടുത്തടാ. ഇവൻ ഈ വെള്ളം എടുത്ത് കൊടുക്കും, പശുവിന് പുല്ലെടുത്തിട്ട് കൊടുക്കും. അങ്ങനെ ചെറിയ ചെറിയ പണിക്ക് ഇവനെ കൊണ്ട് ചെയ്യിക്കും. എന്നിട്ട് എടാ 11 മണിയാകുമ്പോൾ അവൾ വരും കേട്ടോ കുളിക്കാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഇവൻ 11 ആവണതിന് ഒരു 2 മിനിറ്റ് മുമ്പ് ഈ പെണ്ണ് വരുന്ന ആ ഡയറക്ഷനിലേക്ക് ഇവനങ്ങ് പോകും. പോയിട്ട് വേഗം ഓടി വരുന്നതാണോ, ഓ മാറിക്കോ അമ്മായി ഉണ്ട്, പിടിക്കും, പ്രശ്നം എന്ന് പറയും. അവൻ പറയും അയ്യോ അമ്മായി ഉണ്ടോ, പേടിച്ചു, അമ്മായി ഭയങ്കര പ്രശ്നമാവും, പൊക്കോ എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഞങ്ങൾ പേടിച്ചിട്ട് ഈ സൈക്കിൾ വെട്ടി തിരിച്ചു വരും. അങ്ങനെ ഒരിക്കൽ പോലും കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഈ 10ാം ക്ലാസ് അവൻ ഡെയിലി ഇത് മേടിക്കുന്നുണ്ടോ, കത്ത് തരുമ്പോഴെല്ലാം ഈ പൂ കേക്കും ഈ കൂൾ ഡ്രിങ്ക്സും മേടിക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ഞങ്ങൾ പിരിയുകയാണ്. പിരിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറഞ്ഞു എടാ ഈ തവണയെങ്കിലും ഈ ഉത്സവത്തിനെങ്കിലും എനിക്ക് അവളെ കാണണം, കണ്ടേ പറ്റുള്ളൂ, ഇനി എനിക്ക് പറ്റൂല, ഇനി അമ്മായിയല്ല ആര് വന്നാലും ഇനി എന്ത് എതിർപ്പുണ്ടായാലും എനിക്ക് അവളെ കാണണം. അപ്പം മറ്റവൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് പറയാം, എടാ അതേ ഞാനൊരു കാര്യം പറയാൻ വിട്ടു എടാ, അവൾ കഴിഞ്ഞ ആഴ്ച മരിച്ചെന്ന്. ഇവൾ മരിച്ചത് ഈ കാമുകനോട് ഇപ്പം പറയാൻ വിട്ടുപോയെന്ന്, 2 ആഴ്ച മുമ്പ് മരിച്ചു ഇവള്. എന്നിട്ട് ഇവൻ അവന് നോക്കിയപ്പോൾ ഇനി അവനെ കൊണ്ട് പൂക്കേക്ക് ഒന്നും കിട്ടൂല. എന്നിട്ട് ഇവൻ ചോദിച്ചു അപ്പം നീ ഇന്ന് രാവിലെ എൻ്റെ ഇന്ന് പൂക്കേക്ക് മേടിച്ചോടാന്ന്. അത് അവക്കടെ കുഴിമാടത്തി വെച്ച് പ്രാർത്ഥിക്കാനാണ്.